പിന്നെ നമ്മളൊരു മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് 2-3 തക്കാളി, 7-8 കൊച്ചുള്ളി, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് അരച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്തോട്ട് വെക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒന്ന് കടുക് ഒന്ന് പൊട്ടിക്കണം. 2 വറ്റൽ മുളക് ഇടണം. അതിനുശേഷം നമ്മൾ ആ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് അതുകൂടെ അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് 2-3 കുറച്ച് കറിവേപ്പില ഇടാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയും പച്ചമുളകും കൂടി ചേർക്കാം. എന്നിട്ട് അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴറ്റി വരുമ്പോഴത്തേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ആ പൊടികളൊക്കെ ഒന്ന് ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ആ പച്ചമണം നല്ലപോലെ മാറട്ടെ. അതിന് ശേഷം നമുക്ക് 2-3 കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ അടച്ച് തിളപ്പിക്കാൻ വെക്കണം. ഇപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെന്ത് വരണം വരെ കാത്തിരിക്കാം. ഇപ്പം നമ്മുടെ മീൻ കറിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേക്കാം.